ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെയെല്ലാം ബാധിക്കുന്ന പ്രധാന അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. മുൻപ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ മാത്രം KYC ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗാർഹിക പാചകവാതക കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്യാസ്, HP ഗ്യാസ്, ഭാരത് ഗ്യാസ് തുടങ്ങി ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടർ ആണോ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഏജൻസി പറയുന്ന സമയത്ത് ഇത് പൂർത്തീകരിക്കണം. നമ്മുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണോ ലഭിക്കുന്നത്, അതല്ല മറ്റാരെങ്കിലുമാണോ ഇത് കൈവശം വച്ചിരിക്കുന്നത്, ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ KYC ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ സഹായം ലഭിക്കുക. നിലവിൽ മസ്റ്ററിങ്ങിന് സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അടുത്ത് തന്നെ നിശ്ചയിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ആ തീയതിക്ക് മുൻപ് KYC പൂർത്തിയാക്കണം. അല്ലാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുവാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത്. അതിനാലാണ് പല മേഖലകളിലും ഗ്യാസ് ഏജൻസികൾ ധൃതി പിടിച്ച് KYC ചെയ്യിപ്പിക്കുന്നത്. അതിനായി ഏജൻസികൾ ക്യാമ്പുകളും ഞായറാഴ്ചകളിലൊക്കെ നടത്തുന്നുണ്ട്. മസ്റ്ററിംഗ് ചെയ്യുവാൻ ഏജൻസി ഓഫീസിലും ക്യാമ്പുകളിലും പോകുവാൻ ആധാർ കാർഡും ഗ്യാസ് ബുക്കും കയ്യിൽ കരുതണം. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ നേരിട്ടെത്തി വിരൽ പതിപ്പിച്ചാണ് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇനി കണക്ഷൻ എടുത്തിരിക്കുന്ന ആൾ കിടപ്പിലാണെങ്കിലോ സ്ഥലത്തിലെങ്കിലോ അവർ ഗ്യാസ് കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുക. എന്നാൽ മാത്രമേ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗ്യാസ് കണക്ഷൻ കുടുംബത്തിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് മാറ്റുന്നതിനായി റേഷൻ കാർഡും ആധാർ കാർഡുമായാണ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ ചെല്ലേണ്ടത്. ഗ്യാസ് മസ്റ്ററിങ്ങിന് കേന്ദ്ര സർക്കാർ അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഏജൻസികളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടും. അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് എത്രയും വേഗം പൂർത്തിയാക്കുക.